الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതിലൂടെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മനുഷ്യരായ അടിമകളിൽ നിന്ന് അവൻ തെരഞ്ഞെടുത്ത ചിലർക്ക് മാത്രം നൽകിയ ഹിദായത്തിനെ മരിക്കുന്നത് വരെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഏർപ്പാട് അള്ളാഹു തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നാം ഇസ്തിഖാമത്ത് എന്നാണ് പറയുക. ഹിദായത്തും ഇസ്തിഖാമത്തും. ഹിദായത്ത് അള്ളാഹുവിൽ നിന്ന് ഓശാരമായി ലഭിക്കുന്നതാണ്. അതെന്തെങ്കിലും തരത്തിലുള്ള സാമർഥ്യം കൊണ്ടോ മിടുക്ക് കൊണ്ടോ യോഗ്യത കൊണ്ടോ നൽകുന്നതല്ല. അള്ളാഹു ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ മശീഅത്ത് ആരുമായിട്ടാണോ ഈ വിഷയത്തിൽ ബന്ധം അവർക്ക് നൽകൂ. നമ്മുടെ കണക്ക് കൂട്ടലനുസരിച്ച് ചിലർ യോഗ്യരായിരിക്കും, പക്ഷെ ആ യോഗ്യത അള്ളാഹു പരിഗണിക്കുകയില്ല. അബൂ താലിബിൻ്റെ യോഗ്യത പോലെ, ഇബ്രാഹിം നബിൻ്റെ ബാപ്പാൻ്റെ യോഗ്യത പോലെ, നൂഹ് നബിൻ്റെ ഭാര്യയുടെയും മകൻ്റെയും യോഗ്യത പോലെ ഇവരൊക്കെ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ഹിദായത്ത് കിട്ടാൻ യോഗ്യരാണ്. അത്ര വലിയ അഡ്രസ്സുള്ളവരാണ്, അത്ര വലിയ 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 ആൾക്കാരുടെ ബാപ്പയും മക്കളും ഒക്കെയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചില്ല. നമ്മൾ അയോഗ്യരായി കാണുന്നവർ അല്ലാഹു തആല ചിലപ്പോൾ അവരെയായിരിക്കും ഹിദായത്ത് നൽകുന്ന കാര്യത്തിൽ അംഗീകരിച്ചിട്ടുണ്ടാകുക. ഖത്താബിൻ്റെ മകൻ ഉമറിനെ പോലെ ജഹാലത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു കടുത്ത സ്വഭാവക്കാരനും ഹിദായത്തിനെതിരിൽ വളരെ ശക്തിയായി നിലനിന്ന വ്യക്തിയുമാണ്. പക്ഷെ അള്ളാഹു സെലക്ട് ചെയ്തു. അബൂ ജഹലിൻ്റെ മകൻ ഇക്രിമത്തിനെ പോലെ
അല്ലാഹു സുബ്ഹാനഹു വ തആല ബാപ്പാനെ തള്ളി മകനെ അംഗീകരിച്ചു. അങ്ങനെ പല സംഭവങ്ങളും നമുക്കിവിടെ കാണാം. വലീദിൻ്റെ മകൻ ഖാലിദ് ബിൻ വലീദ് പോലെ ദീനുൽ ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയും അഷ്റഫുൽ ഖൽക്കിൻ്റെ കൊടിയ ശത്രുമായിരുന്നു വലീദ് ബിൻ മുഗീറ. വലീദിൻ്റെ മകനാണ് ഖാലിദ് ബിൻ വലീദ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുന്നത് ഈ മാനദണ്ഡം വെച്ചുകൊണ്ടാണ്. യഹ്ദി മൻ യശാ, അവിടെ വേറെ ഒന്നും നടക്കുകയില്ല. യഹ്ദി മൻ യശാ, അള്ളാഹു തീരുമാനിക്കുന്നവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകുന്നു. എന്താണ് ഈ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്മാർഗം അല്ലെങ്കിൽ നേർമാർഗം എന്നൊക്കെ നാം മലയാളത്തിൽ അർത്ഥം വെക്കുന്ന ഹിദായത്ത് ഏതൊരു വിഷയത്തിലും അള്ളാഹുവിനെ മാത്രം പരിഗണിക്കാനുള്ള ഏതൊരാവശ്യമാവട്ടെ, എന്ത് കാര്യങ്ങളാവട്ടെ, ആ വിഷയത്തിൽ അതിൻ്റെ മാലിക്കും അതിൻ്റെ ഖാലിക്കും അതിൻ്റെ മുദബ്ബിറും അള്ളാഹു ആയിരിക്കെ ഈ വിഷയത്തിൽ പൂർണ്ണമായും ഇടപെടിപ്പിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമായിരിക്കണമല്ലോ എന്ന മാനസികാവസ്ഥ ആർക്ക് ലഭിക്കുന്നോ അവൻ ഹിദായത്ത് കിട്ടിയവനാണ്. അവനെ പറ്റിയാണ് നാം ഹിദായത്ത് കിട്ടിയവൻ എന്ന് പറയുന്നത്. ഒരാൾ കുറേ നിസ്കരിക്കുന്നു, കുറേ നോമ്പ് വെക്കുന്നു, കുറേ സക്കാത്ത് കൊടുക്കുന്നു, കുറേ ഹജ്ജ് ചെയ്യുന്നു, കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ചാരിറ്റി കുറേ നടത്തുന്നു, സോഷ്യൽ വർക്ക് കുറേ നടത്തുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പൂർണ്ണമായും എന്ത് പ്രശ്നത്തിലും ഇടപെടേണ്ടത് അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാത്തൊരു നബിക്കോ റസൂലിനോ വലിയിനോ ശൈഖിനോ ജിന്നിനോ മലക്കിനോ അതുപോലെയുള്ള എന്തിനെങ്കിലും ആർക്കെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടലുമില്ല. അതേപോലെ ദീനാറിനോ ദിർഹമിനോ അതേപോലെ അധികാരത്തിനോ ഭരണത്തിനോ ഇതൊന്നും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ യാതൊരു തരത്തിലും ഇടപെടാൻ യോഗ്യതയുള്ളവരല്ല എന്നംഗീകരിച്ച് അള്ളാഹുവിനെ മാത്രം പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കാനുള്ള മാനസികാവസ്ഥക്കാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്നതാണ് ഹിദായത്ത്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അള്ളാഹു തആല വെച്ചിട്ടുള്ളൂ. മഹാഭൂരിപക്ഷത്തിന് ഹിദായത്ത് നൽകി അങ്ങ് സ്വർഗത്തിലേക്ക് അയക്കണം ഒരു നിർബന്ധവും അള്ളാഹു തആലക്കില്ല. ഖലീലമ്മ തദക്കറൂൻ. അതേപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു വമാ ആമന മിൻഹും ഇല്ലാ ഖലീൽ. അങ്ങ് മുതൽ ഇങ്ങ് വരെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ചരിത്രം അത് തന്നെയാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദലാലത്ത് എന്ന് പറഞ്ഞിട്ട് എന്താണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്? ഹിദായത്തിന്റെ നേരെ എതിരിലാണ് ദലാലത്ത്. യുദില്ലു മൻ യശാ, അതും അങ്ങനെ തന്നെയാണ്. ഒരാളെ സാമർഥ്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, ഒരാളെ മിടുക്ക് കൊണ്ടോ അറിവ് കൊണ്ടോ ഇൽമ് കൊണ്ടോ ഒന്നുകൊണ്ടും രക്ഷപ്പെടാൻ കഴിയില്ല ദലാലത്തിൽ നിന്ന്. ദലാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ദൈനംദിന ജീവിതവുമായി അല്ലാഹുവല്ലാത്ത അല്ലാഹു അല്ലാത്ത വ്യക്തികളെയോ ശക്തികളെയോ വസ്തുക്കളെയോ എന്തെങ്കിലും തരത്തിൽ ഇടപെടിപ്പിക്കുക എന്ന മാനസികാവസ്ഥയാണെങ്കിൽ വഹുവ ഫിൽ ദലാല, അവനാണ് ദലാലത്ത് എന്ന് പറയുന്നത്. അതിനാണ് ദലാലത്തി എന്ന് പറയുന്നത്. ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് അല്ലാഹു തആല വെച്ചിരിക്കുന്നത് അഅമാലുകളെയാണ്. ലലാലത്തിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ പരിപാലനത്തിനും അതിൻ്റെ പ്രചരണത്തിനും അല്ലാഹു തആല വെച്ചിരിക്കുന്നത് അൽ മാലു വൽ മുൽക്ക്, അധികാരവും പണവും ആണ്. ഇത് രണ്ടും അല്ലാഹു തആല ലോകാവസാനം വരെ നിലനിർത്തിക്കൊണ്ടുപോകും. ഹിദായത്തും അല്ലാഹു തആല സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കുന്നത് വരെ നിലനിർത്തിക്കൊണ്ടുപോകും. സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കുന്ന അന്ന് ക്ലോസ് ആവും. പിന്നെ ദഅവത്തിന് പ്രസക്തിയില്ല, പിന്നെ തൗബക്ക് പ്രസക്തിയില്ല, പാശ്ചാത്താപത്തിന് പ്രസക്തിയില്ല, തിരിച്ചുവരവിന് പ്രസക്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി സൂറത്തു സജദയുടെ അവസാന ഭാഗത്ത് പറഞ്ഞു, ഖുൽ യൗമൽ ഫത്ഹി ലാ യൻഫഉ അല്ലദീന കഫറു ഈമാനുഹും വലാ ഹും യുൻളറൂൻ. ഏതാണ് ഈ യൗമുൽ ഫത്ഹ്? ലോകാവസാനത്തിന്റെ ദിവസം. കുഫറിന്റെ അഹ്ലുകാർക്ക് ഈമാൻ ഒരു ഉപകാരവും ചെയ്യാത്ത ദിവസമായിരിക്കും അന്ന്. ലാ യൻഫഉ അല്ലദീന കഫറു ഈമാനുഹും, കുഫറിന്റെ അഹ്ലുകാർക്ക് ഈമാൻ ഉപകരിക്കാത്ത ദിവസമായിരിക്കുമെന്ന്. വലാഹും യുൻളറൂൻ, ഒരു തരത്തിലും അവർ ഒരു വിഷയത്തിലും ഒരു പ്രതീക്ഷക്കും വകയില്ലാത്തവരായിരിക്കും അവർ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി സമയം നിശ്ചയിച്ചു തന്നതാണ്. അതിനു മുമ്പ് ഹിദായത്ത് പ്രാപിക്കേണ്ടവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തിരിക്കും.
ലലാലത്ത് പ്രാപിക്കേണ്ടവർക്ക് അള്ളാഹു ലലാലത്ത് കൊടുത്തിരിക്കും. ഈ സമയം തീരലോടുകൂടി ഹിദായത്തിലുള്ളവർ ഹിദായത്തിൽ തന്നെയായിരിക്കും, ലലാലത്തിലുള്ളവർ ലലാലത്തിൽ തന്നെയായിരിക്കും. ഹിദായത്ത് ലലാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഇതാണെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഏതൊരുത്തൻ നമ്മുടെ കൂട്ടത്തിലായാലും പുറത്തായാലും അകത്തായാലും അള്ളാഹു മാത്രമാണെല്ലാം, അള്ളാഹു അല്ലാത്ത ഒന്നിനും പര്യാപ്തമല്ല എന്ന മാനസികാവസ്ഥ ഒരുത്തൻ ഉണ്ടെങ്കിൽ അവൻ ഹിദായത്തിലാണ്. പോരാ, അതില്ലല്ലേ ആവുന്നുള്ളൂ. അതിനോടൊപ്പം ലാ ഇലാഹയും കൂടി വരണം. ഒരു വിഷയത്തിലും അള്ളാഹു അല്ലാത്ത ഒന്നുമല്ല എന്നും കൂടി അംഗീകരിക്കണം. അള്ളാഹുവാണ് എല്ലാം എന്ന് അംഗീകരിക്കുന്നതിനോടൊപ്പം അള്ളാഹു അല്ലാത്തതൊന്നുമല്ല എന്നും അംഗീകരിക്കണം. അതെങ്ങനെ പറയാൻ കാരണം എന്താണ്? അള്ളാഹുവിന് തന്നെ നന്നായിട്ട് അറിയാം. അള്ളാഹുവിനെ അംഗീകരിക്കും, അള്ളാഹുവാണ് എല്ലാം നടത്തുന്നത് എന്ന് അംഗീകരിക്കും, അള്ളാഹിനെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് അംഗീകരിക്കും. തൗഹീദിലെ ഇല്ലല്ലേ അംഗീകരിക്കും. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് നടക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ അയാൾ തയ്യാറാവൂല. അയാൾ മുനാഫിഖാണ്, കപടനാണ്. ഞാൻ അള്ളാഹുവിൽ അംഗീകരിക്കുന്നവനാണ്, ഞാൻ ജാറത്തിലൊന്നും പോക്കില്ല. ആ രീതിയിൽ മനസ്സമാധാനത്തിന് പറയുന്ന ചിലരുണ്ട്. ഞാൻ സംഗതി തൗഹീദാണ്, പക്ഷേ ഇടക്കിടക്കൊക്കെ ഞാൻ അവിടെ ഇവിടെ ഇപ്പൊക്കെ പോകുന്നേ ഉൾക്കൊണ്ടിട്ടൊന്നുമല്ല. ഞാൻ ചിലപ്പം ജാറത്തിൻ്റെ മുമ്പിലൂടെ നടന്നു പോവുകയല്ലേയും ചെയ്യും, അപ്പം തെരച്ചൊന്ന് തിരിഞ്ഞു നോക്കുകയൊക്കെ ചെയ്യും. എന്നല്ലാതെ എൻ്റെ മനസ്സിലൊന്നുമില്ല. അവൻ കപടനാണ്, നിഫാഖാണ്, മുനാഫിക്കാണ് അവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് രണ്ടും തസ്രീഹ് ചെയ്യണം. യുമിൻ ബില്ലാഹ് വമൻ യക്ഫുറു ബിത്താഗൂത്ത് വയുമിൻ ബില്ലാഹ്. അല്ലാഹുവാണ് എല്ലാം എന്ന് അംഗീകരിക്കുകയും വേണം, അല്ലാത്തതൊന്നുമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഇല്ലല്ലാ എന്ന് മാത്രം മതി. സൂഫി തരീഖത്തുകാർ പറയും പോലെ, സൂഫി തരീഖത്തർക്ക് ഒരു ദിക്റുണ്ട്, ഇല്ലല്ലാ ഇല്ലല്ലാ. കള്ളമായ ദിക്റാണത്, കപടമായ ദിക്റാണ്, ജൂതം പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണത്. അല്ലാഹുവല്ലേ, പോരാ. ഇല്ലല്ലാ ഇല്ലല്ലാ അത് റുബൂബിയ്യത്തിന്റെ കലിമ മാത്രമേ ആകുന്നുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാലേ ദിക്റാവുള്ളൂ കൂട്ടരെ. ഇല്ലല്ലാ പറഞ്ഞാൽ ദിക്റാവൂല. അള്ളാഹുവിനെ പറ്റി മാത്രം പറഞ്ഞാൽ ദിക്റാവൂല. അള്ളാഹുവിനോടൊപ്പം മറ്റൊന്നും ഇല്ലാന്നും കൂടി ദിക്റിൽ ഉൾപ്പെടുത്തണം. ലാ ഇലാഹക്കാണ് പ്രസക്തി. എന്തുകൊണ്ട്? അള്ളാഹു മാത്രം ഇല്ലല്ലാഹ്. ഇല്ലല്ലാഹ് എന്നത് റുബൂബിയത്തുമായിട്ടാണ് ബന്ധം, ലാ ഇലാഹ എന്നത് ഉലൂഹിയത്തുമായിട്ടാണ് ബന്ധം. റുബൂബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്നാണ് നടക്കുന്നത് എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ്. ഉലൂഹിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ കാര്യങ്ങളിൽ ഒന്നും അള്ളാഹു അല്ലാത്തവർക്ക് ഒരു പങ്കുമില്ല എന്ന് അംഗീകരിക്കലാണ്. ഈ പങ്കുമില്ല എന്ന് അംഗീകരിക്കുന്നത് മനസ്സിൽ വെച്ചാൽ പോരാ. അങ്ങനെയാണെങ്കിൽ ലാ ഇലാഹ എന്ന കലിമത്തിന് പ്രസക്തി വരൂല. അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന. ഞാൻ മാത്രമാണെല്ലാം എന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ പോരാ, ഞാനല്ലാത്തതൊന്നും അല്ല എന്നും കൂടി നിങ്ങൾ അംഗീകരിക്കണം. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുർആൻ ലാ ഇലാഹ ഇല്ലല്ലയാണ് ദിക്ർ, ഇല്ലല്ല അല്ല ദിക്ർ. ഇല്ലല്ല കപടമാണ്, അത് ജൂതൻ ഉണ്ടാക്കി കൊടുത്തതാണ് സൂഫി തരീഖത്തിലൂടെ. ലാ ഇലാഹ ഇല്ലല്ലയെ കൊല്ലാൻ ജൂതന്റെ നിർമ്മിതിയാണ് ജാറങ്ങൾ. മുഹമ്മദുർ റസൂലുള്ളാഹിയെ കൊല്ലാൻ ജൂതന്റെ നിർമ്മിതിയാണ് തരീഖത്തുകൾ. തരീഖത്തിലൂടെ ശൈഖന്മാരെ അവരോധിച്ച് മുഹമ്മദി റിസാലത്തിൽ വെള്ളലുണ്ടാക്കി. മുഹമ്മദി റിസാലത്തിന് കൊടുക്കേണ്ടതെല്ലാം ഷെയ്ഖിന്റെ തരീഖത്തിന്റെ ഷെയ്ഖിന് നൽകി മുഹമ്മദി റിസാലത്ത് ദുർബലപ്പെടുത്തി. അതോടുകൂടി ദീനുൽ ഇസ്ലാം ഫസാദായി. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ വിലയില്ലാതെയായി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. ബാക്കിയുള്ളത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയെ സംരക്ഷിക്കാനുള്ളതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലല്ല. നിസ്കാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയെ സംരക്ഷിക്കാനുള്ള ഒരു ഡിഫൻസ് മാത്രമാണ്. സക്കാത്ത് ദീനുൽ ഇസ്ലാം അല്ല, ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കാനുള്ള ഒരു ഉപാധിയാണ്. ഹജ്ജല്ല ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കാനുള്ള ഒരു വഴിയാണ്. നോമ്പല്ല ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കാനുള്ള ഒരു വഴിയാണ്. എന്താണ് ദീനുൽ ഇസ്ലാം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്. 5 കാര്യങ്ങളാണ് ദീനുൽ ഇസ്ലാമിന്റെ തൂണുകൾ. അതിന്റെ നെടും തൂണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുക്കുന്ന ഷഹാദയാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ 4 ഭാഗത്തുള്ള തൂണ്, 4 തൂണ് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജാണെന്ന്. അപ്പോ അല്ലാഹു തആല ഹിദായത്ത് നൽകിയ സമൂഹത്തിന് അവരുടെ ഹിദായത്ത് ഇസ്തിഖാമത്ത് ചെയ്യാൻ, മരിക്കുന്നത് വരെ നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കാൻ, മരിക്കുന്നത് വരെ കാത്തു സൂക്ഷിക്കാൻ, മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്താൻ, മരിക്കുന്നത് വരെ ഡാമേജ് സംഭവിച്ചു പോകാതെ സംരക്ഷിക്കാൻ,
മരിക്കുന്നത് വരെ സസ്പെൻഡായി പോകാതെ, ഡിസ്മിസ്സായി പോകാതെ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യത്തെ നടപ്പിലാക്കാനുള്ള ഫോർമുലയും അള്ളാഹു തന്നിട്ടുണ്ട്. അതെന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തുമായിട്ടാണ് അല്ലാഹു തആല അഅമാലുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തുമായിട്ടാണ് അഅമാലുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിർത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായത് അഅമാലുകളാണ്. അഅമാലുകൾ സഹിയാകുന്നത് മുഹമ്മദി റിസാലത്തനുസരിച്ച് മാത്രമാണ്. അതുകൊണ്ടാണ് 2 ഷഹാദ വന്നത്. അല്ലെങ്കിൽ പിന്നെ 2 ഷഹാദന്റെ ആവശ്യം വരുന്നില്ല. അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുകയും അള്ളാഹ് തന്ന ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ച് നമ്മൾ അമലുകളെ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ പിന്നെ 2 ഷഹാദത്തിന്റെ അർത്ഥം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷഹാദത്തിനെ നാം ഗൗരവമായി കാണുകയും മുഹമ്മദി റിസാലത്തിലുള്ള ഷഹാദത്തിനെ നാം ഗൗരവം കുറച്ച് കാണുകയും ചെയ്യുന്ന ഒരു പ്രവണത പണ്ട് ജൂതൻ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത പ്രവണതയാണ്. ജൂത സമൂഹത്തിന് അള്ളാഹുവിനെ നന്നായിട്ട് അറിയാം, റസൂലുള്ളാഹി തങ്ങളെ നന്നായിട്ട് അറിയാം. റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരം ജൂത സമൂഹത്തിന്റെ കയ്യിലുണ്ട്. റസൂലായിട്ട് വരുന്ന സന്ദർഭത്തിൽ ജൂതൻ ആധികാരികമായി കൂട്ടമായ നിലക്ക് ജീവിക്കുന്നത് അന്ന് യസ്രിബിലായിരുന്നു, മദീനയിൽ. മദീനയ്ക്ക് പിന്നെ വന്ന പേരാണ് മദീന എന്നത്. യസ്രിബ് എന്നതാണ് ആദ്യത്തെ പേര്. നാടായ നാട് മുഴുവനും ആയിരക്കണക്കിന് കൊല്ലമായി തെണ്ടിത്തിരിഞ്ഞ സമൂഹം എത്തിപ്പെട്ടത് യസ്രിബിലാണ്. യസ്രിബിൽ താമസിക്കുന്ന സന്ദർഭത്തിലാണ് മക്കയിൽ മുഹമ്മദ് നബി റസൂലായിട്ട് വരുന്നത്. മുഹമ്മദ് നബി റസൂലായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് മുസ്തഫ തങ്ങളെ സംബന്ധിച്ച് ജൂതന്റെ അടുക്കളയിലും കൂടി ചർച്ച ചെയ്തിരുന്നു. കുട്ടികളുമായിട്ട് മാതാക്കൾ സംസാരിക്കുമ്പോൾ മക്കളെ വിഷമിക്കേണ്ട, ഒരു പ്രവാചകൻ വരുന്നുണ്ട്, ആ പ്രവാചകൻ വന്നാൽ എല്ലാം റെഡിയാകുമെന്ന് ഉമ്മമാര് മക്കളോട് പറയുമായിരുന്നു. ചെറുപ്പക്കാർ തമ്മിൽ അടികൂടും മദീനയിൽ യസ്രിബിൽ. ഇപ്പുറത്ത് ഔസ് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ടവർ, അവർ മുശ്രിക്കുകളാണ്, അവർ അറേബ്യൻ പാരമ്പര്യത്തിലുള്ളവരാണ്. ഇപ്പുറത്ത് ബനു ഹുസൈമ, ബനു നദീർ, ബനു ഖൈനുഖാ ജൂത ഗോത്രങ്ങളാണ്. ഇവർ തമ്മിൽ ചിലപ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. ഈ 2 ഗോത്രക്കാർ തമ്മിൽ അടിപിടിയും ചിലപ്പോൾ യുദ്ധം തന്നെ ഉണ്ടാകും. ഈ സന്ദർഭത്തിൽ ജൂത ഗോത്രത്തിൽപ്പെട്ട നേതാക്കന്മാർ, റബ്ബികൾ, അവരുടെ അർബാബുകൾ, പരിശുദ്ധ ഖുർആൻ അവരെ പറ്റി അങ്ങനെയാ പറഞ്ഞത്, അർബാബുകൾ, അർബാബം മിൻ ദൂനില്ലാഹ്. അതേപോലെ തന്നെ അവരെ പറ്റി റഹ്ബാനുകൾ, പുരോഹിതന്മാരെന്നും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അവർ പറയുമായിരുന്നു ജൂത സമൂഹത്തിലെ ആൾക്കാരെയും കൂട്ടിയിട്ട് ഈ ഖുറൈശി ഔസ് ഖസ്റജ് ഗോത്രക്കാരോട്, നിങ്ങൾ കൂടുതലൊന്നും കളിക്കണ്ട, ഒരു പ്രവാചകൻ വരാൻ സമയമായി, ആ പ്രവാചകൻ ഞങ്ങളിലാണ് വരിക, ആ പ്രവാചകൻ വന്നാൽ ഞങ്ങൾ ആ പ്രവാചകനെയും കൂട്ടിയിട്ട് നിങ്ങളെ നിലംപരിശാക്കി കളയും എന്ന് ഔസ് ഖസ്റജ് ഗോത്രക്കാരോട് അവർ പറയുമായിരുന്നു. ചെറുപ്പക്കാർ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബനു നദീർ, ബനു ഖുറൈള ഗോത്രക്കാരും ഉണ്ടാകും, ഔസ് ഖസ്റജ് ഗോത്രക്കാരും ഉണ്ടാകും, ചെറുപ്പക്കാര്. ആ കളിയിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ ജൂതഗോത്രങ്ങളായ ബനു ഖുറൈളക്കാരും ബനു നദീറുകാരും ഔസ് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ ഭീഷണിപ്പെടുത്തല്, ഞങ്ങൾക്കൊരു പ്രവാചകൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത്ര നന്നായിട്ട് പ്രവാചകനെ പറ്റി അവർക്കറിയാം. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞത് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കളെ അറിയും പോലെ ജൂതന്മാർക്ക് പ്രവാചകനെ അറിയാം. ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തകർക്കാൻ ഒരു വിധത്തിനും സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരടവായിട്ട് അവർ സ്വീകരിച്ചത് എന്താണ്? നമുക്ക് യസ്രിബിൽ പോയിട്ട് ജൂതന്മാരോട് ചോദിക്കാം, നമുക്ക് പ്രവാചകൻ ഈ രീതിയിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ അറ്റാക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അവരോട് ചോദിച്ചിട്ട് വരാം. അവരിതിനെ അംഗീകരിക്കുന്നുണ്ടോ അതോ എതിർക്കുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നദ്ർ ബിനുൽ ഹാരിസ് എന്ന് പറഞ്ഞ ആളും ഉഖബത്ത് ബിനു അബി മുഅയ്ത്ത് എന്ന് പറയുന്ന ആളും കൂടി മദീനത്തേക്ക് പോയി, യസ്രിബിലേക്ക്. അന്ന് യസ്രിബാണ്. അന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടെ എത്തിയിട്ടില്ല, മക്കത്താ ഉള്ളത്. ഇവർ രണ്ടുപേരും ജൂത ഗോത്രക്കാരുടെ റബ്ബിമാരെ പോയിട്ട് കണ്ടു. അവരെ പള്ളികളിൽ ചെന്നിട്ട് അവരുടെ റബ്ബിമാരെ പോയി കണ്ടു. ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടില്, മുഹമ്മദ് എന്നാണ് പേര്, ഇത്തരത്തിലുള്ള വാദഗതികളൊക്കെയാണ് അവനുള്ളത്, എന്ത് പരിശ്രമിച്ചിട്ടും അത് ഇല്ലാതാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല.
ഞങ്ങളെ കൊണ്ടാവുന്നത്ര ഞങ്ങൾ ശ്രമിച്ചു, പല തന്ത്രങ്ങളും പ്രയോഗിച്ചു, അവരെ നശിപ്പിച്ച് അങ്ങനെ ഒരു ആദർശത്തെ പെയ്തെറിയാൻ. ഒരു രക്ഷയുമില്ല, ആൾക്കാർ കൂടി വരികയാണ്. നിങ്ങളുടെ അടുത്ത് വല്ല തന്ത്രവുമുണ്ടോ? അപ്പൊ റബ്ബിമാര് ഈ രണ്ടുപേരോട് പറഞ്ഞു, ഒരു തന്ത്രം ഞങ്ങൾ പറഞ്ഞു തരാം. അയാളോട് പോയിട്ട് 3 കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. ആ 3 കാര്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകുന്നുണ്ടെങ്കിൽ അയാൾ പ്രവാചകനാണ്. 3 കാര്യങ്ങൾക്ക് 2 കാര്യങ്ങൾക്ക് വിശദമായ ഉത്തരവും 3ാമത്തെ കാര്യത്തിന് ഭാഗികമായ ഉത്തരവുമാണ് തരുന്നതെങ്കിൽ അയാൾ പ്രവാചകനാണ്. 3 കാര്യത്തിനും നല്ല ഉറപ്പുള്ള ഉത്തരമാണ് അയാൾ തരുന്നതെങ്കിൽ അയാൾ കള്ളപ്രവാചകനാണ്. രണ്ടുപേരും എന്താണത് എന്ന് ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, അസ്ഹാബുൽ കൗഫിനെ സംബന്ധിച്ച് മുഹമ്മദിന് വല്ല ഇൽമും ഉണ്ടോ എന്നാണ്. യസ്അലൂനക അൻ അസ്ഹാബിൽ കൗഫ്, ഗുഹാവാസികളെ സംബന്ധിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്നാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം ഗുഹാവാസികളെ സംഭവം നസാറാക്കൾക്കും ജൂതന്മാർക്കും മാത്രമേ അറിയുള്ളൂ, അറബികൾക്ക് അറിയില്ല. ജൂതനസാറാക്കൾക്ക് അവരുടെ ഏടുകളിലൂടെ ആ കാലഘട്ടത്തിൽ നടന്ന സംഭവം അറിയാം. പക്ഷെ അറബികൾക്ക്, പൗരാണികമായ അറബികൾക്ക് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. ജൂതനസാറാക്കളുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളൊന്നും മക്കയിലെ ഖുറൈശികൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദിന് ഉത്തരം പറയാൻ കഴിയില്ല എന്ന് ജൂതന്മാർക്ക് തോന്നി. രണ്ടാമത്തെ ചോദ്യം, ദുൽഖർനൈൻ എന്ന രാജാവിനെ സംബന്ധിച്ച് മുഹമ്മദിന് അറിയുമോ എന്ന് ചോദിക്കണം. കിഴക്കും പടിഞ്ഞാറും ഒരുപോലെ വളരെ സജ്ജനത്വത്തോടുകൂടി രാജ്യം ഭരിച്ച, മെറ്റീരിയൽസ് സമൂഹത്തിന് സപ്ലൈ ചെയ്തൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അയാളെ സംബന്ധിച്ച് മുഹമ്മദിന് എന്താണ് അറിയുക എന്ന് ചോദിക്കണം. അതും ഈ പറഞ്ഞതുപോലെ ബനൂ ഇസ്രായേലികൾക്ക് അറിയാവുന്ന ഇൽമാണ്, അറബികൾക്ക് അറിയുന്ന ഇൽമല്ല. മൂന്നാമത്തെ ചോദ്യം, റൂഹിനെ സംബന്ധിച്ച് ചോദിക്കണം മുഹമ്മദിനോട്, ആത്മാവിനെ സംബന്ധിച്ച്. അതിന് മുഹമ്മദ് എന്താണ് മറുപടി പറയുക എന്നറിയണം. ആദ്യത്തെ 2 വിശദമായും അവസാനത്തെ ചോദ്യത്തിന് ഭാഗികമായിട്ടുമാണ് മറുപടിയെങ്കിൽ അയാൾ പ്രവാചകനാണ്. 3ഉം വിശദമായിട്ടാണ് ചർച്ചയെങ്കിൽ അത് അയാളെ വകയാണ്. 2 പേരും റാഹത്തായിട്ട് തിരിച്ചു വന്നു മദീനയിലെ മക്കയിലേക്ക്. മക്കയിലെത്തുന്നതിന് മുമ്പ് തന്നെ വിവരം അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖിനെ അറിയിച്ചിരുന്നു. അതാണ് ഖുർആൻ, കലാമുല്ല, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ടും അഷ്റഫുൽ ഖൽഖിന്റെ റിസാലത്തിൽ സംശയിക്കുന്ന ശിയാക്കളെ പറ്റി എന്ത് പറയാൻ? എന്നിട്ടും റസൂലുള്ളാഹി തങ്ങളല്ല പ്രവാചകനാവേണ്ടത് എന്ന് തെറ്റിദ്ധരിക്കുന്ന ശിയാക്കളെ പറ്റി എന്തു പറയാൻ? എന്നിട്ടും ആ പ്രിയപ്പെട്ട റസൂല് മാതൃകാ പുരുഷന്മാരായി തിരഞ്ഞെടുത്ത സഹാബാക്കൾ ഒന്നുമല്ല എന്ന് പറയുന്ന ഷിയാക്കളെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാൻ? വല്ലാഹി അവർ കുഫറിലും ദുൽമിലും ആണ്. കാരണം പരിശുദ്ധ ഖുർആന്റെ നസ്സിനെ നിഷേധിക്കുന്നവരാണ് ഷിയാക്കൾ. ഈ പുരോഹിതന്മാർ ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞേക്കാം, അതൊന്നും വിഷയാക്കണ്ടയില്ല, അതൊരു കൈയനക്കുന്ന കാര്യം, കലോൽപ്പിക്കുന്ന കാര്യം മാത്രമല്ലേ ഉള്ളൂ, അതൊരു ജാറത്തിന്റെ കാര്യം, ഇലാന്തരത്തിന്റെ കാര്യം അല്ല. അവർ തനി കുഫറിലാണ്. മൂസ നബിന്റെ ഉമ്മത്തായ ജൂതനെ പോലെ മുഹമ്മദ് നബിന്റെ ഉമ്മത്തിൽപ്പെട്ട ജൂതൻ. അപ്പൊ മുഹമ്മദിന്റെ ഉമ്മത്തിൽ വേറൊരു മതം ഉണ്ടാക്കാൻ പറ്റോ? അഷ്റഫുൽ ഖൽഖ് പറഞ്ഞില്ലേ, അൽ ഖദരിയ്യത്തു മജൂസു ഹാദിഹിൽ ഉമ്മ എന്ന്. ഖദരിയാക്കൾ ഈ ഉമ്മത്തിലെ മജൂസികളാണ് എന്ന് പറഞ്ഞിട്ടില്ലേ റസൂലുള്ളാഹി തങ്ങൾ? അപ്പൊ ഈ ഉള്ളിൽ തന്നെ വേറെ മതം വരുമെന്നല്ലേ ആ വാക്കുകൊണ്ട് മനസ്സിലാകുന്നത്? വരും, തീർച്ചയായിട്ടും വരും, ഇനിയും വരും. മുഹമ്മദുർ റസൂലുള്ളാഹിയെ നിഷേധിച്ചുകൊണ്ട് പുതുതായി ഉണ്ടാക്കിയ മതത്തിനാണ് നാം ഷീഈ മതം എന്ന് പറയുന്നത്. അവർക്ക് അഷ്റഫുൽ ഖൽഖ് അലർജിയാണ്, അസ്ഹാബു റസൂലില്ല അലർജിയാണ്. ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള അഅ്മാലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന ത്വരീഖ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്, മുഹമ്മദി റിസാലത്താണ്. മുഹമ്മദി റിസാലത്ത് പ്രായോഗികമാക്കുന്നതിന് അല്ലാഹു തആല ഒരു സമൂഹത്തെ തെരഞ്ഞെടുത്തത് അസ്ഹാബു റസൂലുള്ളാഹിയെയാണ്. മുഹമ്മദി റിസാലത്ത് പ്രയോഗിക്കാനുള്ള ഉപകരണങ്ങൾ സഹാബാക്കളാണ്. സഹാബാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി ഇല്ല, മുഹമ്മദുർ റസൂലുള്ളാഹിയെ മാറ്റി നിർത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹും ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രാവർത്തികമാക്കാനുള്ള തരീഖ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി അനുസരിച്ച് അമൽ ചെയ്യാനുള്ള മോഡൽ അസ്ഹാബു റസൂലില്ല.
മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന ആമനൂ മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. അല്ലാഹു തആല രണ്ട് വിഷയം ഒന്നിച്ചാ പറഞ്ഞത്. മുഹമ്മദുർ റസൂൽ പറഞ്ഞപ്പോൾ ഒന്നിച്ചുള്ള ആളെ പറ്റിയും അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹു പറഞ്ഞതിനെതിരാണ് സഹാബാക്കളെ ചോദിക്കുക എന്നുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തള്ളി പറയുക, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തള്ളി പറയുക, ആയിഷയെയും ഹഫ്സയെയും തള്ളി പറയുക കുഫ്റാൻ. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി സ്ഥാപിച്ച വ്യക്തിത്വങ്ങളാണ് അവർ. അതുകൊണ്ട് അത് ഖുർആന്റെ നിഷേധമാണ്. അഷ്റഫുൽ ഖൽഖ് വ്യക്തമാക്കി തന്നതിനെ നിഷേധിക്കലാണ്. അതുകൊണ്ട് റിസാലത്തിന്റെയും നിഷേധമാണ്. അതുകൊണ്ട് തന്നെ ഷിയാക്കൾ രണ്ട് ഷഹാദത്തിന്റെയും ഘാതകന്മാരാണ്. ആരൊപ്പം കൂടിയിട്ട്? ജൂതന്മാരോടൊപ്പം കൂടിയിട്ട്. വർത്തമാന കാലഘട്ടത്തിന്റെ സ്ഥിതി ഇത് പറയുന്ന ആള് ജൂതനും പറയാത്തവരെല്ലാം ഒറിജിനൽ കട്ടി 916 ക്യാരറ്റ് മുസ്ലിമീങ്ങളും. അത് അങ്ങനെയാണ് കാര്യം. അങ്ങനെയാണ് ഖിയാമത്ത് നാൾ വരെ നടക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇന്ന് വരെ നടന്നത് മുഴുവനും അങ്ങനെ തന്നെയാണ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആദർശത്തെ വളരെ ശക്തമായി കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ അനുഷ്ഠാനത്തെയും അനുബന്ധ കാര്യങ്ങളെയും പരിഗണിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നിഫാഖാൻ. അസബിയ്യത്ത്, വംശീയത, ഇത് ദീനുൽ ഇസ്ലാമിനെ കൊല്ലാൻ ജൂതൻ ഉണ്ടാക്കിയ ഒരു ഉപകരണമാണ്. വംശീയത ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യം വംശീയതയുണ്ടാക്കിയത് ജൂതൻ അബ്ദുല്ലാഹി ഇബ്നു സബയിനെ ഉപയോഗിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും വംശീയതയുടെ പേരിൽ ആദരിക്കുകയും അല്ലാത്തവരെ തള്ളുകയും ചെയ്യുന്ന ഒന്നാണ് അറബ് വംശീയതക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് നാം കണ്ടത് മുഴുവനും വംശീയത ഉപയോഗിച്ചുകൊണ്ട് ഒരുതരം ഇസ്ലാമിക് പൊളിറ്റിക് ഉണ്ടാക്കി ഇസ്ലാമിനെ കൊല്ലാൻ ജൂതൻ മെനക്കെട്ട രീതിയാണ്. ആ പൊളിറ്റീഷ്യന്റെ ഒന്നാമത്തെ ഭാഗമാണ് അബ്ദുല്ലാഹി ഇബ്നു സബഹ് അവരെ അനുയായികളെ കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നു കളഞ്ഞത്. ജൂതൻ ഉണ്ടാക്കിയ ഷീഈ വിഭാഗത്തിന്റെ രണ്ട് പാർട്ട്, ഒന്നതിന്റെ പൊളിറ്റിക്കൽ പാർട്ട്, മറ്റേതതിന്റെ ആത്മീയതയുടെ പാർട്ട്. പൊളിറ്റിക്കൽ പാർട്ടിനെ പിന്നീട് ഏറ്റെടുത്തത് ഹസനുൽ ബന്നയും മൗദൂദിയും ആണ്. അസബിയ്യത്ത് ഉണ്ടാക്കിയ ഒരു പ്രത്യേക സമൂഹത്തെ എടുത്തു കാണിച്ച് ആ സമൂഹത്തിന്റെ നേരെ ഒരു വംശീയ ബോധമുണ്ടാക്കി ആ വംശീയതയെ ഉപയോഗപ്പെച്ച് രാഷ്ട്രീയമുണ്ടാക്കുക എന്നല്ല അബ്ദുല്ലാഹി ഇബ്നു സബയിനെ കൊണ്ട് ജോതം തുടങ്ങി വെച്ചത് ഇന്നും യഥാക്രമം മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തിരിച്ചറിയുന്നവർക്ക് മാത്രം തിരിച്ചറിയാം, അല്ലാത്തവർ തീർച്ചയായും ബാഹ്യമായി നോക്കി വിലയിരുത്തുന്നവരുമായിരിക്കും. ദീനുൽ ഇസ്ലാം അങ്ങനെയാണ്, തിരിച്ചറിയുന്നവർക്ക് മാത്രമുള്ളതാണ്. അറിവുള്ളത് കൊണ്ട് മാത്രം ഇസ്ലാം പ്രയോജനപ്പെടുകയില്ല, തിരിച്ചറിവ് അനിവാര്യമാണ്. വരുമായിരുന്നു, അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് രാജകുമാരികുമാരന്മാരുടെ കല്യാണത്തിന്റെ രഹസ്യം, ആ മണിയറ രഹസ്യം പുറത്ത് പറഞ്ഞിട്ട് ആസ്വദിക്കുക എന്നുള്ളത്. അത്തരത്തിലൊരു കഥപുസ്തകവുമായിട്ട് നദറുൽ ഹാരിസ് മക്കയിലേക്ക് വന്നു. അഷ്റഫുൽ ഖൽഖിന്റെ മജ്ലിസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന തുടങ്ങി. സെക്സും അറിവ് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ, അള്ളാഹുവിന് മാത്രമേ അക്കാര്യം അറിയുകയുള്ളൂ. ഭാഗികമായിട്ട് അവരോട് പറഞ്ഞെടുത്തു. എങ്ങനെയുണ്ട് ഖുർആൻ ഇപ്പോ? എന്നിട്ടും ഖുർആൻ പോരാ ചിലർക്ക്. ഖുർആന് പകരം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് വില കൊടുത്തു വാങ്ങും അവർ. യസ്തരി ലഹുവൽ ഹദീസ്, നോവലുകൾ വഴി വില കൊടുത്തു വാങ്ങും അവർ. എന്തിനാണ് ആ നോവലുകൾ അവർ വാങ്ങി കൊണ്ടുവന്നത്? ലിയുദില്ല അൻ സബീലില്ലാഹ്, ആൾക്കൂട്ടത്തെ അള്ളാന്റെ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ, അങ്ങോട്ട് പോകാതിരിക്കാൻ. ബിഗൈരി ഇൽമിൻ, ഈ നോവലിന് അടിസ്ഥാനപരമായ വല്ല അറിവുണ്ടോ? അറിവിന്റെ മാനദണ്ഡം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, വെറും തമാശയും കളിയും സങ്കല്പവും മാത്രമാണ്. ബിഗൈരി ഇൽമിൻ. പിന്നെ എന്തിനാണ് അവര് അത് ചെയ്യുന്നത്? ഹുസുവ, അത് വെറും ഒരു തമാശയും കളിയും മാത്രമാണ്. ഹുസുബ് എന്ന് പറഞ്ഞാൽ തമാശ കളി, ഒരു ജോളി, അതാണ് ഹുസുബ് എന്ന് പറയാം അറബിയിൽ. അതാണ് അവരുടെ ലക്ഷ്യം. അവർ വേറെ കാര്യമൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്നത് കാര്യത്തിലേക്ക് ജനം അടുക്കാതിരിക്കാൻ കഥ പറഞ്ഞിട്ട് രസിപ്പിച്ചിരുത്തുക എന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു, ഉലൈക ലഹും അദാബും മുഹീൻ, നിന്യത്തരമുള്ള ശിക്ഷ അവനുണ്ട് എന്ന് പറഞ്ഞേക്ക് നബിയെ. ഈ നദറുൽ ഹാരിസിനെ പറ്റി അറിഞ്ഞ ആയത്താണ്. എങ്കിൽ ഇസ്ലാമിക് നോവൽ എന്നിട്ടൊരു നോവലുണ്ട് പൊളിറ്റിക്കൽക്കാർ, ഇസ്ലാമിക് പൊളിറ്റിക്സുകാർക്ക്. ഇസ്ലാമിക് നോവല്, ഇസ്ലാമിക് സിനിമ ജൂതം പഠിപ്പിച്ചു കൊടുത്തതാ. ഒറിജിനൽ സിനിമയും ഒറിജിനൽ ഇസ്ലാമിന്റെ ആൾക്കാർ കാണാൻ നിൽക്കൂല. ഇസ്ലാമിന്റെ പേരിലങ്ങളാക്കി മാറ്റുന്നതിനാണ് നോവൽ. ആ നോവലിനെ പരിഗണിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് സോവിയറ്റ് റഷ്യ സിനിമ ഉണ്ടാക്കിയത്.
അന്ന് സിനിമ ഉണ്ടാക്കിയപ്പോൾ ആണുങ്ങൾ മാത്രമേ അഭിനയിക്കുമായിരുന്നുള്ളൂ, പെണ്ണുങ്ങളില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ വയസ്സുള്ള ഒക്കെ അറിയായിരിക്കും. പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ ദീനുൽ ഇസ്ലാമില്ല. പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് ഈ റിസാലത്തനുസരിച്ചുള്ള അഅമാലുകളെ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് പ്രയോഗത്തിൽ കാണിച്ചു കൊടുക്കാൻ തെരഞ്ഞെടുത്ത ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥികളെ സ്വഹാബ റസൂലില്ല. അവരെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് മുഹമ്മദോടൊപ്പമുള്ളവർ അല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. എന്താണ് അവരുടെ നയം? കുഫറിനെ വളരെ കടുകട്ടിയായിട്ട് കാണുന്നവർ. ഒരു അഡ്ജസ്റ്റ്മെന്റിനും അവർ തയ്യാറാവൂല. ഈമാന്റെ വിഷയത്തിൽ, ആദർശത്തിന്റെ വിഷയത്തിൽ ഒരു തരത്തിലുള്ള നീക്കുപോക്കിനും അവർ തയ്യാറല്ല. റുഹമാഉ ബൈനഹും, അവരെ കൂട്ടത്തിൽ സാമൂഹ്യ പ്രവർത്തനത്തിൽ അവരെ വളരെ കരുണയുള്ളവരും കൃപയുള്ളവരുമാണ് താനും. ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും അവർ തയ്യാറല്ല. വലീദിനെ വിളിച്ചിട്ട് ഖുറൈശികൾ പറഞ്ഞു, ഒരു രക്ഷയുമില്ല മുഹമ്മദിനെ ഒതുക്കാൻ, എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ. അതിന് കാരണമുണ്ട്. വലീദ് ഒരു ദിവസം രാവിലെ കഅബാലയത്തിന്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ അഷ്റഫുൽ ഖൽഖായ മുത്ത് ഖിയാമുൽ ലൈലിലാണ്. ഈ ഇണത്തിൽ ഖുർആൻ ഓതുന്നത് വലീദിനെ സ്വാധീനിച്ചു. വലീദ് അത് ശ്രദ്ധിച്ച് കേട്ടു നിന്നിട്ട് വലീദ് ആസ്വദിച്ചു. അത് വലീദ് കവിയാണ്, അറബി പണ്ഡിറ്റാണ്, നന്നായിട്ട് കവിത എഴുതാൻ അറിയുന്ന ആളാണ്. അതിനേക്കാൾ മനോഹരമാണ് ഇത് എന്ന് വലീദ് പിറകെ പറയുന്ന വാക്ക് നമുക്കറിയാം. ആ രീതിയിൽ വലീദ് ഖുർആൻ ശരീഫ് ശ്രദ്ധിച്ചു കേട്ടു. വലീദ് പോന്ന വഴിയിൽ കണ്ട ചില സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞാൻ മുഹമ്മദിൽ നിന്ന് അവൻ ഇറങ്ങുന്ന ആ പുരാണം വായിക്കുന്നത് കേട്ടു. എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു രസമാണ്, എന്തൊരു ഭംഗിയാണ്. ഏറെ പേർക്കേക്ക് പോയി വിവരം കാട്ടുതീ പോലെ വരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, ഇന്നാള് വഹാബിയായി, ഇന്നാള് സുന്നിയായി, ഇന്നാള് ഷിയായി എന്ന് പത്രത്തിൽ വരുന്ന പോലെ നേരം വെളുക്കുമ്പോൾ സംഗതി മുഴുവൻ സൂര്യൻ ഉദിക്കുമ്പോൾ ഫ്ലാഷായി. വലീദ് മുഹമ്മദിനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട്. വലീദിന്റെ കാര്യം പോക്കാണ്. അബൂജഹൽ വലീദിന്റെ കുടുംബക്കാരനാണെന്ന് ഓടി വരക്കേക്ക് വലതൊട്ടി വിളിച്ചു വലീദിനോട്, വലീദ് ഇങ്ങനെയൊക്കെ കേട്ടല്ലോ, ശരിയാണോ? മുഹമ്മദിന്റെ ചെലവിലാണ് ഇപ്പം ജീവിക്കുന്നതെന്നൊക്കെയാണ് കേട്ടത്. പരിഹസിക്കാൻ തുടങ്ങി. എന്തെങ്കിലും മാറ്റി പറഞ്ഞേ പറ്റൂ. മുഹമ്മദ് വായിക്കുന്ന ആ വേദം സുന്ദരമാണ് എന്നൊരു വാക്ക് പറഞ്ഞത് ജനങ്ങളെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു രക്ഷയുമില്ല. എന്തെങ്കിലും മാറ്റി പറഞ്ഞേ പറ്റൂ, എന്തെങ്കിലും മാറ്റി പറഞ്ഞേ പറ്റൂ. ഞാൻ എന്താണ് പറയുക? മുഹമ്മദ് ഒരു കവിയാണെന്ന് പറയണം. ഞാൻ എങ്ങനെയാണത് പറയുക? ഞാനൊരു കവിയാണ്, എനിക്കറിയാം കവിത എന്താണ്, കവി എങ്ങനെയാണ്, കവിത എങ്ങനെ ഉണ്ടാക്കലെന്നൊക്കെ. അതൊന്നുമല്ല മുഹമ്മദ് ഓതിയത്. അതുകൊണ്ട് കവിയാണെന്ന് ഞാൻ എങ്ങനെ പറയും? എന്തെങ്കിലും ഒരു യോജിപ്പ് വേണ്ടേ? എന്നാൽ പിരാന്തനാണെന്ന് പറയണം, മജ്നൂൻ. അതെങ്ങനെയാണ് പറയുക? ഇത്രയും കാലം നമ്മളൊന്നിച്ച് ജീവിച്ച് 40 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും ആരോഗ്യവാനായി ബുദ്ധിയോടെ ജീവിക്കുന്ന ഒരാളെ ഒരു ലക്ഷണവും ഇല്ലാണ്ട് ഞാനെങ്ങനെ പിരാന്തനെന്ന് പറയുക? പിന്നെ എന്താണ് പറയാൻ പറ്റുക? ഇപ്പം വലീദ് പറഞ്ഞു, നിങ്ങളിപ്പം പോ, ദൈനി അൻ അത്തഫക്കർ, ഞാൻ കുറച്ച് ചിന്തിക്കട്ടെ, എന്നെ ഒന്ന് വിട്ടേക്ക്, ഞാൻ സ്വകാര്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്താണ് പറയേണ്ടതെന്നൊക്കെ. അബൂജഹൽ പോയി വീട്ടിൻ്റെ വാതിലും അടച്ചിട്ട് റൂമിലിരുന്നിട്ട് തെക്കോട്ടും വടക്കോട്ടും നടന്നിട്ട് ആലോചിക്കാൻ തുടങ്ങി എന്താ പറയേണ്ടത്. ഫക്കറ വഖദ്ദർ സുമ്മ അബസ വനദർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുദ്ദസ്സിർ നേരത്തെ തന്നെ അല്ലാഹുവിൻ്റെ റസൂലിനെ അറിയിച്ചു, മുഹമ്മദ് ഇങ്ങനെയൊക്കെ നാടകം നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഖുർആൻ, അതാണ് ഖുർആൻ. വലീദ് തന്റെ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന ഗൂഢാലോചനകൾ മുഴുവനും അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ അഷ്റഫുൽ ഖൽഖിനെ അറിയിച്ചു. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവൻ എന്താ പറയാൻ പോകുന്നതിനെ സംബന്ധിച്ച് മുൻകൂട്ടി അറിയിക്കുകയാണ്. അതിന് മുഴുവനും മറുപടി പറയാനും അത് മുഴുവനും പറയുന്ന കേൾക്കുമ്പോൾ ധൈര്യമായിട്ട് നിൽക്കാനും അഷ്റഫുൽ ഖൽഖിന് ആവേശം കൊടുക്കണം അല്ലാഹു തആല. അതാണ് കൂട്ടരെ ഖുർആൻ. എന്നിട്ടും ഖുർആനെ സംബന്ധിച്ചൊരു ബോധം മനസ്സിൽ വരുന്നില്ല. സയൻസിനെ ആസ്വദിക്കല പരിപാടിയെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ളാഹിക്ക് നാശം, അവർക്കാണ് സകല നാശം, അവരാണ് നാശകാരികൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ളാഹ് അവരാരാണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല ഈ സമയത്ത്. എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞു, ഇനി അടുത്ത പരിപാടി എന്താണ്? നിങ്ങളെ ഒന്ന് സമന്വയിപ്പിക്കലാണ്.
നിങ്ങളൊന്ന് സമാധാനിപ്പിക്കലാണ്. മുഹമ്മദുമായിട്ടൊന്ന് ഒന്ന് യോജിപ്പിലെത്താം. ഒരു തന്ത്രവും ഒരു ഭക്ഷണാക്കൽ നടക്കൂല, ഭീഷണി നടക്കൂല, ഒന്നും നടക്കൂല. ഇനി മുഹമ്മദുമായിട്ട് ചില സംഭാഷണങ്ങൾ നടത്തിയിട്ട് നമുക്കൊരു കോംപ്രമൈസിലെത്താണ് ഏറ്റവും നല്ല പരിപാടി. മൂന്നാളെ തെരഞ്ഞെടുത്തു. ഉത്ബത്തുൽ മുഗീറയും വലീദിനെയും അതേപോലെ വേറെ മൂന്നാമത്തെ ഒരാളെയും തെരഞ്ഞെടുത്തു. മുഹമ്മദ് മുസ്തഫ തങ്ങളടുത്ത് പോയിട്ട് ഒരു കോംപ്രമൈസിന് തയ്യാറാകുമെന്ന് ചോദിക്കാൻ, അതും അല്ലാഹു തആല അറിയിച്ചു അഷ്റഫുൽ ഖൽഖിനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടി. സതുബിസിറു ഫയുബ്സിറു ഫയുബ്സിറൂൻ. ഓ മുഹമ്മദ് നബി, നിങ്ങൾക്ക് പിറകെ ഏറ്റവും പെട്ടെന്ന് ചില സംഭവങ്ങൾ കാണാൻ പോകുന്നുണ്ട്, അവർക്കും അത് കാണാൻ പോകുന്നുണ്ട്, ചിലതൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫലാ തുതിഇ കുല്ല ഹല്ലാഫിൻ മഹീൻ ഫലാ തുതിഇൽ മുകദ്ദിബീൻ. ആ കള്ളന്മാർക്ക് അനുസരിച്ച് പോകരുത് കേട്ടോ, അവർ കോംപ്രമൈസിന് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയല്ലായിട്ട് ഒരു പരിപാടി രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ സംഘടനക്കാരുടെ പരിപാടി ഉണ്ടല്ലോ, രാഷ്ട്രീയക്കാരുടെയും സംഘടനക്കാരുടെയും ഒപ്പിച്ചിട്ട് പോകുന്നൊരു പരിപാടി. ആ രീതിയിൽ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പെട്ടുപോകരുത്. ഫലാ തുതിഇൽ മുകദ്ദിബീൻ. ആ കള്ളന്മാരെ ഒരു കാണത്താലും അനുസരിച്ച് പോകരുത്. ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. നിങ്ങൾ ഇച്ചിരിയൊന്ന് മയം കാണിച്ചാൽ അവർ അതിനേക്കാൾ മയം കാണിക്കാൻ തയ്യാറാണ്. ലൗ തുദ്ഹിനു. നിങ്ങളെങ്ങാനും മയം കാണിച്ചാൽ ഫയുദ്ഹിനൂൻ. അവർ പിന്നെ അതിനേക്കാൾ വലിയ മയം കാണിക്കും. അതോടുകൂടി ഞമ്മേനും ഞിമ്മേനും ഒന്നാവും. ഇന്നത്തെ മാതിരി. അതുകൊണ്ട് പറ്റൂല മുഹമ്മദ് നബിയെ, ഒരു വിട്ടുവീഴ്ചക്ക് നിൽക്കാൻ പറ്റൂല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. പറ നബിയെ ധൈര്യമായിട്ട്, നിങ്ങൾ അംഗീകരിക്കുന്ന ഈ വിശ്വാസം ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. യാ അയ്യുഹൽ കാഫിറൂൻ. കുഫറിന്റെ ശക്തികളെ വിളിച്ചിട്ട് പറ. ആരാണ് കൂട്ടരെ കാഫിർ? കുഞ്ഞിരാമനോ വർഗീസ? സാക്ഷാൽ 5 നേരം നിസ്കരിക്കുന്ന, കൃത്യമായി വർഷം ഹജ്ജ് ചെയ്യുന്ന, കഅബാലയത്തെ സുന്ദരമായി പരിപാലിക്കുന്ന, ഇബ്രാഹിമി സുന്നത്തും മില്ലത്തും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഖുറൈശി കൂട്ടത്തെ വിളിച്ചിട്ടാണ് യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് വിളിച്ചത്. നമ്മ പറയുന്നത് നമ്മെല്ലാം ഒന്നല്ലേ, നമ്മെല്ലാം ഒന്നിച്ച് നിൽക്കുന്നതല്ലേ, നമ്മെല്ലാം ഒന്നിച്ച് മുമ്പ് വെക്കുന്നതല്ലേ, നമുക്ക് അവിടെയും പോവാം, അവിടെ നിന്ന് നമുക്കും പോവാം, എല്ലാം കൂടി ഒന്ന്. ഷിയാക്കളും സലഫികളും മുജാഹിദുകളും എല്ലാം മണ്ണാങ്കട്ടി ഒന്നിച്ചൊരു ബിരിയാണി, ഒരു അവിലിയൽ പരിപാടി. നമുക്ക് അങ്ങനെ പോയാൽ മതി. നമുക്കൊരു ആംബുലൻസ് വണ്ടിയും പിന്നെ ഉച്ചയ്ക്ക് ബി കോംപ്ലക്സ് കുളികയും പിന്നെ ഒരു സ്കൂളും എല്ലാം കൂടി ആയിട്ട് നമുക്ക് ഒന്നിച്ചങ്ങ് പോവുക, അതല്ലേ നല്ലത്. ഇല്ല. ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. ആദർശത്തിന്റെ വക്താക്കളായ നിങ്ങൾ ഒരു ചെറിയ വിട്ടുവീഴ്ചക്ക് നിന്നാ മതി. ബാത്തിലിന്റെ ശക്തികൾ സകല വിട്ടുവീഴ്ചക്കും തയ്യാറാവും. അതുകൊണ്ട് അരുത് നബിയെ, അരുത്. ഫലാ തുതിഇ കുല്ല ഹല്ലാഫിൻ മഹീൻ. തുടർന്ന് മുഹമ്മദി റിസാലത്തിന്റെ തുടർന്നുള്ള സംഭവങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ ചർച്ച ചെയ്യാം. എന്നിട്ട് മരിക്കുന്നതിന് മുമ്പ് നാം നമ്മുടെ ഷഹാദത്തിനെ ക്ലിയറാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ മഹാനഷ്ടമാണ്. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. اللهم ارض عن الشفيع الخلفاء الراشدين المهديين أبي بكر وعمر وعثمان وعلي وسائر الصحابة والقرابة كلهم أجمعين، وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وعلى جميع الحجاج والعمار والغزاة والمسافرين صادرين والدين في برك وبحرك وجوك أجمعين يا رب العالمين. اللهم اعزنا واعز الإسلام والمسلمين. اللهم انصرنا وانصر الإسلام والمسلمين. اللهم ألف بين قلوب المسلمين الموحدين. اللهم اصلح ذات بينهم يا رب العالمين. اللهم اغسنا غيثا مغيثا هنيئا مريئا. اللهم اغسنا غيثا مغيثا هنيئا مريئا.
اللهم اغثنا غيثا مغيثا هنيئا مريئا اللهم مزق المملكة المشركين الكافرين الحربيين الظالمين اليهود والنصارى والشيعيين بقدرتك وعزتك يا رب العالمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.